നമസ്കാരം. കളിയിക്കാവിളയ്ക്ക് സമീപം കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത. പാപ്പനംകോട് കൈമനം സ്വദേശി എസ് ദീപുവിന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 12 മണിയോടെ പോലീസ് കണ്ടെത്തിയത്. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിള പടന്താലുമൂടുള്ള പെട്രോൾ പമ്പിന് സമീപമാണ് സംഭവം. കാറിലുണ്ടായിരുന്ന 20 ലക്ഷം രൂപ കാണാനില്ലെന്നാണ് വിവരം. ദീപുവിന്റെ ഉടമസ്ഥതയിലുള്ള മഹേന്ദ്ര SUV കാറിനുള്ളിൽ ഡ്രൈവർ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിച്ച് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിന്റെ 90% അറ്റുപോയ നിലയിലായിരുന്നു. ശരീരത്തിൽ മറ്റു പരുക്കുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. വാഹനം റോഡരികെ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു. അതിനാൽ ആരെയോ കാത്തു നിൽക്കുന്നതിനിടെയാണ് സംഭവമെന്നാണ് പോലീസ് കരുതുന്നത്. പാർക്കിംഗ് ലൈറ്റിട്ട വാഹനം കണ്ടതോടെ പെട്രോളിങ്ങിനിറങ്ങിയ പോലീസുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. ദീപുവുമായി അടുത്തു ബന്ധമുള്ള ആളാവണം കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. മോഷണത്തിനിടെയുണ്ടായ കൊലപാതകമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ. വാഹന കച്ചവടക്കാരനായ ദീപു കോയമ്പത്തൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. മൃതദേഹം ഇപ്പോൾ നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിൽ കളിയിക്കാവിള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.